വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പൈസി മിക്സ്ചർ ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസും മെഷർമെന്റ്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഇതിൽ നിന്ന് 1/2 കപ്പ് ഫ്ലോറിന്റെ മിക്സ് നമുക്ക് മാറ്റി വെക്കാം ബൂന്തി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു മാവാക്കണം. നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് കുഴക്കില്ലേ, അതുപോലെ ആക്കി എടുക്കണം. ഇതിലേക്ക് 1/2 കപ്പിലേറെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടലമാവ് ആയത് കാരണം കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ബൂന്തി റെഡിയാക്കുന്നതിന് വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് ഫ്ലോർ മിക്സ് ഞാൻ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ബൂന്തി റെഡി ആവില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് സേവ തയ്യാറാക്കാം. അപ്പോൾ സേവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് സേവനാഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അച്ചാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. കാരണം കടലമാവ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മാവ് ഉരുട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് നീട്ടി കൊടുക്കുക. നമ്മുടെ സേവനാഴിയിൽ ഇറങ്ങാൻ പാകത്തിനുള്ള ഒരു സൈസിലാക്കി കൊടുക്കുക. സേവനാഴിയിൽ 2 ബാച്ചായിട്ട് തന്നെ ഇട്ടാൽ മതിയാവും. അപ്പൊ ഇതില് 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാനുള്ള മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പം കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കറിവേപ്പില ഇട്ടത്. എന്നിട്ടൊന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തോലോട് കൂടി എടുത്തിട്ടുള്ള ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ്. ഒരു 10 എണ്ണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മുരിഞ്ഞ ശേഷം നമുക്ക് കോരി മാറ്റാം. കുറേ സമയമൊന്നും ഇടണ്ട. നല്ല ചൂടുള്ള എണ്ണയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. ഇനി ഈ സേവ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ സൈഡിലൂടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചട്ടി ചെറിയ ചട്ടിയാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സ്ചറിൽ ഇനി സേവ ചെറുതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ മറ്റേ അച്ച് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ച് വലുതാണ്. ഇതിപ്പോൾ ഒരു 4 ബാച്ചായിട്ട് ഞാൻ എല്ലാം മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബൂന്തി റെഡിയാക്കാനുള്ള നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു തവി ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇങ്ങനെ ഒരു സ്ട്രെയിനറാണ്. അപ്പോൾ ഇത് വളരെ ചെറുതായത് കാരണം ഞാൻ കുറച്ചും കൂടെ വലുപ്പമുള്ള ഇങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാവ് കോരിയിട്ട് ഒഴിക്കുകയാണ്. നേരെ താഴെ എണ്ണയിലേക്ക് വേണം വീഴാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതിങ്ങനെ തുള്ളി ആയിട്ട് വേണം വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുള്ളി ആയിട്ട് തന്നെ വീഴും. ഇതുണ്ടല്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന തരത്തിൽ മുരിച്ചെടുക്കുക. കുറച്ച് സമയം ഇട്ടാൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോഡാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണയിലേക്ക് ഞാൻ 1/2 കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്തിട്ട് നമുക്കിത് കോരി മാറ്റണം. കുറച്ച് സമയം ഇതിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റണം.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വറ്റൽമുളകാണ്. ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. ആദ്യം തന്നെ ഇപ്പോൾ സേവ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്തുള്ള എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും മുളകൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടോ എന്തെങ്കിലും ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള 4 മണി പലഹാരങ്ങൾ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ സ്പൈസി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.